ഞാൻ മമ്പർ പുരുഷോത്തമൻ, കോൺഗ്രസ് ഇടതുപക്ഷ അസംബ്ലി കേരള ചെയർമാൻ. ജനാധിപത്യ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ്. അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെപ്പറ്റി ഷാ കമ്മീഷൻ നടത്തിയ സുദീർഘമായ തെളിവെടുപ്പിന് ശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ട് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പുനഃപ്രവേശനം ചെയ്യുന്നത്. 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പഞ്ചാബിലെ പിപ്ലയിൽ സംഘടിപ്പിച്ച ആദ്യ പ്രചരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ഇന്ദിരാഗാന്ധിയെ കല്ലും കുറുവടികളുമായി ആക്രമിക്കാനെത്തിയ 2000-ഓളം വരുന്ന അക്രമകാരികൾ വിശാലവും ജനനിബിഡവുമായ സമ്മേളന നഗരിയെ വളഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥയിൽ തനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും തന്നോട് പൊറുക്കണമെന്നും അവർ ഏറ്റുപറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ഒട്ടേറെ അതിക്രമങ്ങൾ നടന്ന പിപ്ലയിലേക്ക് ഞാൻ വന്നത് ജനങ്ങളെ നേരിൽ കണ്ട് മാപ്പ് ചോദിക്കാനാണെന്നും എന്നെ വെറുക്കരുതെന്നും അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. തുടക്കം മുതൽ ഗദ്ഗതപൂർണമായി അവരുടെ പ്രസംഗം ഉപസംഹരിക്കുന്നതിന് മുമ്പ് അവർ സ്റ്റേജിൽ പൊട്ടിക്കരഞ്ഞു. തങ്ങൾക്ക് മുമ്പിൽ തേങ്ങിക്കരയുന്ന ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥ കണ്ട് സ്തബ്ധരായിപ്പോയ അക്രമകാരികൾ കല്ലും കുറുവടികളും ദൂരേക്കെറിഞ്ഞ് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി സിന്ദാബാദ് വിളിച്ചു. അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ വ്യവസ്ഥയെ തകർത്ത പാപഭാരത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് രാഷ്ട്രം ഒന്നാകെ ആവർത്തിച്ച് ആവശ്യപ്പെട്ട നാളുകളിൽ ഇന്ദിരാഗാന്ധി അനുഭവിച്ച ആത്മവേദനകളെക്കുറിച്ചോ അവരതിന് നൽകേണ്ടി വന്ന വലിയ വിലയെക്കുറിച്ചോ അനുഭവിക്കേണ്ടി വന്ന ശാരീരിക മാനസിക പീഡനങ്ങളെ പറ്റിയോ ആരും ഒരു വാക്കും എവിടെയും പറഞ്ഞു കേട്ടതായി അറിവില്ല. ഇന്ദിരാഗാന്ധിയെ സമ്പൂർണമായി എഴുതി തള്ളുന്നതിൽ നിർവൃതി കൊണ്ട മാധ്യമ കേന്ദ്രങ്ങളും കാക്കത്തൊള്ളായിരം പത്രപ്രവർത്തകരും ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയ പുനർജന്മം അസാധ്യമാണെന്ന് വിധിയെഴുതിയ കാലമായിരുന്നു അത്. ഇന്ദിരാഗാന്ധിയുടെ ജനവിരുദ്ധ നടപടികളെ കുറ്റപ്പെടുത്തുന്ന എത്രയെത്ര പുസ്തകങ്ങളാണെന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അരുൺ ഷൂറി, കുൽദീപ് നയ്യാർ, ഉമാ വാസുദേവ്, ജനാർദ്ദൻ താക്കൂർ തുടങ്ങിയ എണ്ണിയാൽ തീരാതെ എഴുത്തുകാർ അരങ്ങുവേണ കാലമായിരുന്നു അത്. അവയുടെ മലയാള തർജ്ജമകൾ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ കോട്ടയത്തെ DC ബുക്സിന് അതൊരു കൊയ്ത്ത് കാലമായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ 1980 ലോക്സഭാ ഇലക്ഷൻ പ്രചരണ പരിപാടികൾ ഏകാഗ്നിയായി പഞ്ചാബിലും ഉത്തർപ്രദേശിലും പര്യടനം നടത്തുമ്പോൾ അവരെ അനുഗമിച്ചത് കേരള കൗമുദിയുടെ ഡൽഹി ബ്യൂറോ ചീഫ് നരേന്ദ്രൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന VN നായർ മാത്രമായിരുന്നു. പഞ്ചാബിലും ഉത്തർപ്രദേശിലും ഇന്ദിരാഗാന്ധി പങ്കെടുത്ത എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനങ്ങളിലും ജനവികാരം ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി മാറുകയാണെന്നും ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണെന്നും പ്രവചിച്ച ആദ്യത്തെ പത്രപ്രവർത്തകനും നരേന്ദ്രൻ എന്ന VN നായരായിരുന്നു. കുടുംബ വാഴ്ചയുടെ പേരിലും സ്വജനപക്ഷപാതത്തിന്റെ പേരിലും ഇന്ദിരാഗാന്ധിയെ പഴിക്കുന്നവർ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള അതീവ ദുഷ്കരമായ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നെഴുന്നേറ്റ് പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരിച്ചു വരുന്നതിന് പിറകിലെ നെയ്ത്ത് പാടവത്തെക്കുറിച്ചും രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും ഒരല്പമെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ്. സ്നേഹപൂർവ്വം മമ്പർ പുരുഷോത്തമൻ, കോൺഗ്രസ് ഇടതുപക്ഷ അസംബ്ലി കേരള ചെയർമാൻ.